2-3 വർഷം മുമ്പ് മുഹറം 10-ന്റെ ആ ഒരു നല്ലൊരു ദിവസം നോക്കിയിട്ട് ഞാൻ ഈ ഒരു എഴുത്ത് തുടക്കം കുറിക്കുകയും ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഖുർആൻ കയ്യെഴുത്ത് കാലിഗ്രഫിയുടെ ലോങ്സ്റ്റ് ഹാൻഡ് റിട്ടൺ ഖുർആൻ കാറ്റഗറിയുടെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് മലപ്പുറത്തെ 23കാരന്. പാണ്ടിക്കാട് ജാമിയ നൂരിയയിൽ 2ാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് ജസീമാണ് ഈ അംഗീകാരം നേടിയെടുത്തത്. 1106 മീറ്റർ നീളത്തിൽ ഖുർആൻ മുഴുവൻ സ്വന്തം കൈപ്പടി കൊണ്ട് എഴുതി തയ്യാറാക്കിയതിനാണ് മുഹമ്മദ് ജസീം ഈ അംഗീകാരം നേടിയെടുത്തത്. തിരുരങ്ങാടി ചെറുമുക്ക് സ്വദേശിയാണ് മുഹമ്മദ് ജസീം. ജാമിയ നൂരിയ അറബിക് കോളേജിന് കീഴിൽ കോഴിക്കോട് വെച്ച് നടന്ന ഖുർആൻ പ്രദർശന വേദിയിലൂടെയാണ് ഗിന്നസ് അറ്റംപ്റ്റിന്റെ ഔദ്യോഗിക കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂരും ചേർന്ന് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ജസീമിന് സമ്മാനിച്ചു. ഹമീദ് മാസ്റ്റർ MLA, ലിയാഉദ്ദീൻ ഫൈസി മേൽമുറി, സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ, അഗ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഗിന്നസ് സലീം പറവണ്ണ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായി. ഈജിപ്ഷ്യൻ സ്വദേശി മുഹമ്മദ് ഗബ്രിയാലിന്റെ പേരിലുണ്ടായിരുന്ന 700 മീറ്റർ എന്ന റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത്. കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങി 2 വർഷത്തോളം സമയമെടുത്താണ് ജസീം ഖുർആൻ എഴുതി പൂർത്തീകരിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എല്ലാ പേജുകളും ഓരോന്നായി മടക്കി അടുക്കിയാൽ 75 സെന്റിമീറ്റർ ഉയരവും 34 സെന്റിമീറ്റർ വീതിയും 118.300 കിലോഗ്രാം ഭാരവുമുണ്ട്. ഈ ഖുർആനിൽ ആകെ 3,253,084 അറബിക് അക്ഷരങ്ങളും 77,437 അറബിക് വാക്കുകളും 114 അധ്യായങ്ങളും 6,348 ആയത്തുകളുമുണ്ട്. ആകെ 30 ജുസുകളിൽ ഒരു ജുസ് പൂർത്തിയാക്കിയാൽ ഏതാണ്ട് 6,575 പേജുകളാണ് വേണ്ടി വന്നത്. എല്ലാ പേജിലും ശരാശരി 9 മുതൽ 10 വരികളാണുള്ളത്. ചെറിയ പ്രായത്തിൽ തന്നെ കലാപരമായ കഴിവ് തിരിച്ചറിഞ്ഞ ജസീം തന്റെ ജ്യേഷ്ഠനായ അയ്യൂബിന്റെ ചിത്രകലകളിൽ ആകൃഷ്ടനാവുകയും അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. 4ാം ക്ലാസ് സ്കൂൾ പഠനത്തിന് ശേഷം തിരൂർ ചെമ്പ്രയിലെ അൽ ഇഖ്വാദ് ദർസിലാണ് മതപഠനം പൂർത്തിയാക്കിയത്. പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂരിലൂടെയാണ് കാലിഗ്രഫി എന്ന കലയിലേക്കുള്ള ആദ്യ പടവുകൾ ജസീം വെച്ചു തുടങ്ങിയത്. ജസീമിന്റെ റെക്കോർഡ് അറ്റംപ്റ്റിന്റെ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അഗ്ര സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫാണ്. ഇതോടെ വ്യക്തിഗത ഇനത്തിൽ കേരളത്തിൽ നിന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നവരുടെ എണ്ണം 75 ആയെന്ന് സത്താർ ആദൂർ അറിയിച്ചു. ലോക അറബി ഭാഷാ ദിനത്തിൽ തന്നെ ഗിന്നസ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് മാട്ടുമ്മൽ മുഹിയുദ്ദീൻ ആസിയ ദമ്പതികളുടെ 4ാമത്തെ മകനായ മുഹമ്മദ് ജസീം. ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനും ഈ ഒരു കഴിവിനെ കൈഘോഷിപ്പിച്ചതാണ് പ്രിയപ്പെട്ട എന്റെ ഉസ്താദിനോടാണ് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്. ഏകദേശം 12 വർഷക്കാലത്തോളം ഞാൻ എന്റെ ദർസ് പഠനത്തിലായിരുന്നു. ആ ഒരു ചെറുപ്പം തൊട്ട് ഏകദേശം 4ാം ക്ലാസ് LP UP സ്കൂൾ മുതൽ ദർസ് പഠനം തുടക്കം കുറിച്ചിട്ട് ആ ഒരു ദർസിൽ ചേർന്നത് കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് ഈ ഒരു കഴിവിനെ കൈഘോഷിച്ചെടുക്കാൻ സാധിച്ചത്. അവിടെ കിട്ടുന്ന സപ്പോർട്ടുകളും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രചോദനങ്ങളൊക്കെ നൽകിയതുകൊണ്ട് അതിനുശേഷം അൽഹംദുലില്ലാ ഈ ഒരു ആഗ്രഹം പ്രകടിച്ചപ്പോൾ നല്ലൊരു സമയം നോക്കി തുടങ്ങാനായിട്ട് ഉസ്താദിന്റെ കൽപ്പന നൽകുകയും. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് മുഹറം 10-ന്റെ ആ ഒരു നല്ലൊരു ദിവസം നോക്കിയിട്ട് ഞാൻ ഈ ഒരു എഴുത്ത് തുടക്കം കുറിക്കുകയും ആ ഒരു തുടക്കം കുറിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌൺ കാലഘട്ടമാണ്. ലോക്ക്ഡൌണിന്റെ 2ാമത്തെ ലോക്ക്ഡൌൺ ആണ്. ആ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഈ എഴുത്ത് തുടക്കം കുറിക്കുകയും ഏകദേശം 2 വർഷക്കാലത്തോളം അത് നീണ്ടു നിൽക്കുകയും, കാരണം ഞാൻ 1 വർഷമായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. കാരണം 1 വർഷം കൂടുതൽ സമയം കിട്ടുള്ളൂ. ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട്
ടൈം കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനടുത്ത് ലോക്ക്ഡൌൺ ആ ഒരു വർഷം കൂടെ തീർന്നു. അതിനടുത്ത് കോളേജിലേക്ക് ജാമ്യയിലേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നത് കാരണത്താൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലാസ് വന്നു. ആ ക്ലാസ്സിന്റെ ഇടയിൽ അതിനൊക്കെ സമയം കണ്ടെത്തിയിട്ടായിരിക്കും അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു മുഹൂർത്തത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച പ്രത്യേകപ്പെട്ട എന്റെ ജാമ്യയിലുള്ള ഉസ്താദുമാർ, പ്രിയപ്പെട്ട എന്റെ അവരൊക്കെ കഴിഞ്ഞ അധ്വാനം കൊണ്ട് അന്ന് നടത്തിയ ആ ഒരു പരിപാടി അത്രയും ഗംഭീരമാക്കി തന്ന പട്ടികാട് ജാമ്യയിലുള്ള ഉസ്താദുമാരും അവരുടെ സപ്പോർട്ടും, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളുടെ ആ ഒരു വീഡിയോ കാരണം അത് ജനങ്ങളിലേക്ക് ഏറ്റെടുക്കുകയും അങ്ങനെ ആ ഒരു പരിപാടി അത്രയും വിപുലമാക്കി കഴിക്കാൻ സാധിച്ചു. ഏതായാലും അൽഹംദുലില്ലാഹ് കൂടുതൽ ഒരു വർഷത്തോളം കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ആ റെക്കോർഡ് കിട്ടിയത്. ഏകദേശം 3 മാസത്തോളം വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം കവിഞ്ഞു പോയി. ഞാനാകെ അതിനെ കുറിച്ച് കുറച്ച് ടെൻഷനൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇത്രയും പണം ചെലവഴിച്ചിട്ട് ഒരു പരിപാടികൾ നടത്തിയിട്ട് വിജയിച്ചില്ല എങ്കിൽ ഒരു പ്രശ്നമാണല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു കുറെ വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കറക്റ്റ് ദിവസം തന്നെ നമ്മള് ഈ എനിക്ക് റെക്കോർഡിലേക്ക് അറ്റംപ്റ്റിന് കൊടുത്ത് എനിക്ക് അറ്റംപ്റ്റ് നടത്താനുള്ളൊരു സമയം ഒരു പ്രഖ്യാപിച്ച അതേ ഡേറ്റിൽ തന്നെ എനിക്ക് ഇതിന്റെ പ്രഖ്യാപനം വന്നു. അൽഹംദുലില്ലാഹ് ഈ ഒരു മുഹൂർത്തത്തിൽ സഹോദരന്മാരോടും എനിക്ക് ഇതുമായി സഹകരിച്ച അതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത്. 2022 ഡിസംബർ 17 സൗത്ത് ബീച്ച് മുതൽ മുത്താർ ബീച്ച് വരെ നീളത്തിൽ 1106 മീറ്റർ നീളത്തിലുള്ള ജസീമിന്റെ ലോങ്സ്റ്റ് ഹാൻഡ് റിട്ടൺ ഖുർആൻ കാറ്റഗറിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടന്നു. ശരിക്കും സൗത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആയിരുന്നു ജസീമിന്റെ അറ്റംപ്റ്റ്. അത് അറബിക് ഡേയുടെ ഭാഗമായിട്ട് തന്നെയാണ് നടത്തിയത്. പിന്നീട് അതിന്റെ ഫയലുകൾ അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ ഫെബ്രുവരി മാസത്തോടു കൂടിയിട്ടാണ് നമുക്ക് ലണ്ടനിലുള്ള ഗിന്നസിന്റെ ആസ്ഥാനത്തേക്ക് അയച്ചു കൊടുക്കാൻ കഴിയുന്നത്. 1955 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആരംഭിക്കുന്നത് നമുക്കതറിയാം. ഇതൊരു സാധാരണ 6 മാസത്തിന്റെ ഉള്ളിൽ ഫലപ്രഖ്യാപനം നടക്കേണ്ടതാണ്. പക്ഷെ പിന്നീട് അവിടുന്ന് ഇതിന്റെ ഈ ഗിന്നസുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ഖുർആന്റെ മുഴുവൻ റീഡിംഗ് ലെവലുള്ള മെറ്റീരിയൽ കൂടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ച് സമയം കൂടി എടുത്തത്. എന്തായാലും അൽഹംദുലില്ലാഹ് ഇന്ന് അറബിക് ഡേ ആണ്. ആ ദിവസത്തിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തിന് വന്ന് നൽകുന്ന ഒന്നാണ്. നിലവിലുള്ളത് ഈജിപ്ഷ്യൻ സ്വദേശിയുടെ 700 മീറ്റർ നീളത്തിലുള്ള റെക്കോർഡായിരുന്നു. അത് 1100 മീറ്ററിന്റെ പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ജസീമിന്റെ റെക്കോർഡ് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊരു വർഷങ്ങളോളം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇന്ത്യയില് നിലവിൽ 500 താഴെയാണ് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് കിട്ടിയ ആളുകൾ. ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരളത്തിൽ നിന്ന് ഗിന്നസ് കിട്ടിയ വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് കിട്ടിയ ഒരു സംഘടനയാണ്. പക്ഷെ ആ 500 ഇന്ത്യയിൽ 500 എന്ന് പറയുമ്പോൾ അതിൽ 75 പേരും കേരളീയരാണ് എന്നുള്ളത് നമുക്ക് നൽകുന്ന അഭിമാനം വളരെ വലുതാണ്. കാരണം ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്. ആ 800 കോടി ജനങ്ങളിലെ ഏതെങ്കിലും ഒരു ഇനത്തിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഗിന്നസ് കിട്ടുന്നത്. മലപ്പുറം ജില്ലയിൽ ഇതിന് മുമ്പ് കിട്ടിയത് 3 പേർക്കാണ്. ഒന്ന് സലീം പടവണ്ണ, മറ്റൊന്ന് അസ്കർ, പിന്നൊന്ന് സിനാൻ. അങ്ങനെ 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. 4ാമതായിട്ടാണ് ജസീം കടന്നു വരുന്നത്. നമുക്ക് ഇതൊരു ഖുർആനുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ലോകം മുഴുവൻ നോക്കുന്ന ഒന്നാണ്. ഡിസംബർ 18. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ഈ ദിവസം തിരഞ്ഞെടുത്തത്. ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു ഈജിപ്ഷ്യൻ സ്വദേശിയുടെ പേരിലാണ് 700 മീറ്റർ നീളമായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് ജസീം ഉണ്ടാക്കിയിരിക്കുകയാണ്. 1106 മീറ്റർ, 1 കിലോമീറ്ററിലേറെ നീളമുള്ള ഖുർആൻ കഴിയത്ത് പുതിയുടെ അതിന്റെ പ്രദർശനം ഇതിനു വേണ്ടിയുള്ള കാര്യം കഴിഞ്ഞ വർഷം ഡിസംബർ 17 കോഴിക്കോട് ബീച്ച് വെച്ച് നടത്തിയിരുന്നു. അപ്പൊ അന്നത്തെ ഈ സമർപ്പണത്തിന്റെ അറ്റംപ്റ്റിന്റെ അതിന്റെ ഫലം വരികയും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും അതിന്റെ സർട്ടിഫിക്കറ്റ് അയച്ചു തരികയും ചെയ്തത് നിർവഹിച്ച്
അതിന്റെ പ്രധാന നിങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ട മണ്ഡപതി ശിഹാബ്ദങ്ങളോട് വിശദീകരിച്ചു. ആമുഖം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കോളേജിലെ പ്രൊഫസർ റിയാവുദ്ദീൻ ഫൈസി കാര്യങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇതിന്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങളൊക്കെ പറയേണ്ടത് സത്താറാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. ഇത് ജാമിയ നൂരിയ അറബിക് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് ഈ ജനുവരി 3 മുതൽ ഞങ്ങളുടെ സമ്മേളനം ആരംഭിക്കുകയാണ്.